വിദേശികളും സ്വദേശികളുമടക്കം ഖത്തറിലെ മുഴുവൻ തൊഴിലാളികളുടെയും വേതനവും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള നിയമപരിഷ്കരണം അതിവേഗം നടന്നുവരികയാണെന്ന് തൊഴിൽ സാമൂഹികക്ഷേമ മന്ത്രി ഡോക്ടർ അബ്ദുല്ല സാലിഹ് അൽ ഖുലൈഫി പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നതോടൊപ്പം തൊഴിൽ പീഡനങ്ങൾ ഇല്ലായ്മ ചെയ്യാനും നിയമപരിഷ്കരണം കൊണ്ട് സാധിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് റെഡ് ക്രോസും റെഡ് ക്രസന്റും ചേർന്ന് നടത്തുന്ന കുടിയേറ്റ സംവാദം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഖത്തർ റെഡ് ക്രസന്റ് പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് ബിൻ ഖാനിം അൽ അലി അൽ മാദിദ്, റെഡ് ക്രോസ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സാഹു ബെയ്ക്ക്, ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമാനിറ്റേറിയൻ ലോ പ്രസിഡന്റ് പ്രൊഫസർ ഫാസ്റ്റോ പോക്കാർ തുടങ്ങിയവർ സംസാരിച്ചു. 2 ദിവസം നീണ്ടു നിൽക്കുന്ന ദോഹ സംവാദത്തിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനാ പ്രതിനിധികൾ, റെഡ് ക്രോസ്, റെഡ് ക്രസന്റ് എന്നിവയുടെ സൗത്ത് ഏഷ്യൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. ഖത്തർ സമഗ്രമായ തൊഴിൽ പരിഷ്കരണങ്ങൾക്കൊരുങ്ങുന്ന പശ്ചാത്തലത്തിൽ ദോഹയിൽ നടന്ന കുടിയേറ്റ ചർച്ച ഏറെ പ്രസക്തമാണ്. ദോഹയിൽ നിന്നും മുജീബ് റഹ്മാൻ.